നമ്മൾ ചിന്തിക്കുന്നില്ല. ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞപ്പോ കുഴപ്പങ്ങളൊന്നും പറഞ്ഞില്ല. നോർമലി പറയുന്ന റെസ്റ്റ് എടുത്തോളോ, ഫുഡ് കഴിച്ചോളോ, അത്ര മാത്രം പറഞ്ഞോളൂ. അന്ന് നമ്മൾ 5 ആഴ്ചയും 4 ദിവസമായിരുന്നു ആയത്. അതിനുള്ള വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ഹാർട്ട് ബീറ്റ് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഓക്കെ ആയിരുന്നു. ഗർഭപാത്രത്തിന്റെ ഷേപ്പിനെന്നുള്ള ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു പറഞ്ഞ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രഗ്നൻസി പോവാതിരിക്കാനിട്ട് ഒരു 3 ആഴ്ചത്തേക്ക് ഇഞ്ചക്ഷൻ പറഞ്ഞു. ആ ഷേപ്പിന്റെ വ്യത്യാസം അത് റെഡി ആവും. വേറെ ഒരു കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഉണ്ണിക്ക് വളർച്ചയുണ്ട്, അഡ്മിറ്റ് ഉണ്ട്, ഉണ്ണി ഓക്കെയാണ്. ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞ് പറഞ്ഞ്. പിന്നെ ആ 3 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. പിന്നെ 2 ഡോസ് ഇഞ്ചക്ഷൻ കഴിഞ്ഞതിന് ശേഷമല്ലേ, 2 ഡോസ് ഇഞ്ചക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് കഴിഞ്ഞ തിങ്കളാഴ്ച എനിക്ക് അടുക്കളയിൽ നമ്മൾ 3 പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ ഒരു വയറുവേദന വന്നു. ഞാൻ വന്ന് കിടന്നാലും ഭയങ്കര വേദന, ഈ പ്രസവേദന ഭയങ്കര വേദന, തണ്ടലും കാലിലൊക്കെ ഭയങ്കര വേദന. അപ്പൊ നമുക്ക് ഈ ഉണ്ണിനെ കിട്ടില്ലേന്ന് എന്തോ പെട്ടെന്ന് എനിക്ക് ചോദിക്കാൻ തോന്നി. അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല വയറുവേദന. അപ്പൊ അമ്മേനെ ഇടയ്ക്ക് വിളിക്കുമ്പോൾ അമ്മമാരും വയറുവേദന ചേർക്കാൻ പറയുമ്പോ എനിക്ക് പ്രഗ്നൻസി സ്റ്റാർട്ടിങ് തൊട്ട് എനിക്ക് ഇടയ്ക്ക് വയറുവേദന വന്ന് പോവാറുണ്ട്. ഇതിപ്പോ നിങ്ങളോട് പറയുമ്പോ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കണ്ടന്റ് ആക്കി. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞ് ചോദിക്കുന്നതിന്റെ വയറ് വലുതാവില്ല, നിങ്ങളെ പറ്റിച്ചതാണോ, അങ്ങനെ 100,000 ചോദ്യം വരും. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർക്ക് അങ്ങോട്ട് ചവിട്ടിയാലും ഇങ്ങോട്ട് ചവിട്ടിയാലും നെഗറ്റീവ്സ് മാത്രമേ ഉള്ളൂ. നെഗറ്റീവ് പറയാൻ നിൽക്കുന്നവരായാലും മാത്രമേ ഉള്ളൂ. സ്നേഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. വീഡിയോ ഇല്ലാതെ എനിക്ക് മെസ്സേജ് അയക്കാനൊക്കെ ഒരുപാട് പേര് നിൽക്കാറുണ്ട്. പക്ഷെ കുറ്റം പറയുന്നവരുണ്ട്. അവരുടെ നിമിഷം നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കില്ല. ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോ എടുക്കാൻ പോലുള്ള കാരണം എനിക്ക് കാര്യം നിങ്ങളെ അറിയിക്കണം. കാരണം അല്ലെങ്കിൽ നാളെ കുറച്ചുകൂടി നിങ്ങൾ ചോദിക്കും